ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയുടെ ബെഡിൽ പാമ്പിനെ കണ്ടിട്ട് അവൾ ആകെ നിലവിളിച്ച് ശബ്ദം ഉണ്ടാക്കുകയാണ്. അയ്യോ മാമ, പാമ്പ്, മുത്തശ്ശി, പാമ്പ്. എന്നാൽ മനോഹരനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഉറക്കപ്പിച്ചിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മേഘയുടെ നിലവിളി കേട്ടിട്ട് മുത്തശ്ശിയും പ്രിയ എഴുന്നേറ്റിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, പാമ്പോ? നീ എന്താ പറഞ്ഞത്? അതേ മുത്തശ്ശി, പാമ്പ്. അത് കേട്ടപ്പോൾ തന്നെ പ്രിയ ആകെ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ പാമ്പ്, പാമ്പ്. എന്താ മേഘ നീ പറയുന്നത്? മുത്തശ്ശി, എന്നെ പാമ്പ് കടിച്ചു. മേഘ ഭയന്നുകൊണ്ട് പറയാണ്. എന്ത്, നിന്നെ പാമ്പ് കടിച്ചെന്നോ? വീണ്ടും മേഘ അത് തന്നെ ആവർത്തിക്കുകയാണ്, എന്നെ പാമ്പ് കടിച്ചു. പക്ഷേ കേട്ട വാതി കേൾക്കാത്ത വാതി മുത്തശ്ശിയും പ്രിയ എഴുന്നേറ്റിട്ട് പുറത്തേക്ക് ഓടുകയാണ്. അവർ രണ്ടുപേരും ഓടുന്ന ഓട്ടത്തിലാണെങ്കിൽ മനോഹരനെ ചവിട്ടിക്കൊണ്ടാണ് ഓടുന്നത്. അയ്യോ, മനോഹരന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അവർ രണ്ടുപേരും പോകുമ്പോഴാണെങ്കിൽ മനോഹരൻ്റെ നല്ല ഭാഗത്ത് നോക്കിയാണ് ചവിട്ടിയതും. മനോഹരൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ആ സമയത്ത് മേഘ പറയുന്നുണ്ട്, മാമ, എന്നെ പാമ്പ് കടിച്ചു, പാമ്പ് കടിച്ചു, നീ ഒന്ന് പോ മേഘ എന്നും പറഞ്ഞിട്ട് മനോഹരൻ വേദനിക്കുന്നിടത്ത് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എൻ്റെ കാലൊക്കെ പോയേ, എൻ്റെ എല്ലാ സാധനങ്ങളും പോയേ എന്നൊക്കെ പറഞ്ഞ് മനോഹരൻ ഇങ്ങനെ കരയുന്നുണ്ട്. ചേച്ചി, പാമ്പ് കടിച്ചെന്നും പറഞ്ഞിട്ട് എൻ്റെ നല്ല സാധനങ്ങളൊക്കെ തച്ചുടച്ചല്ലോ ചേച്ചി. പാമ്പ് കടിച്ചു, പാമ്പ് കടിച്ചു എന്നും പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും എന്നെയല്ലേ കടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹരൻ എഴുന്നേറ്റ് ഓടുന്നത്. പക്ഷേ മേഘയാണെങ്കിൽ നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എന്നെ പാമ്പ് കടിച്ചു, എന്നെ പാമ്പ് കടിച്ചു, മാമ പോലെ, മാമ, മാമ പോലെ എന്നൊക്കെ മേഘ ഇങ്ങനെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മനോഹരൻ, നിൽക്ക് മേഘ, ഞാൻ വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കാണ് ഓടുന്നത്. മേഘ ഭയന്ന് നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവളാണെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മേഘ അവളുടെ കാല് നോക്കുന്ന സമയത്ത് അവിടെ ചോര ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, മേഘ നോക്കുമ്പോൾ ആ പാമ്പാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. മേഘ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയിട്ട് എടുത്ത് കയ്യിലെടുക്കുകയാണ് ആ പാമ്പിനെ. അപ്പോൾ അതൊരു റബ്ബർ പാമ്പ് മാത്രമായിരുന്നു. പ്രിയ കളിച്ചു വെച്ച ഒരുപാട് കളിസാധനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു റബ്ബർ പാമ്പ്. എന്ത്, ഇത് റബ്ബർ പാമ്പായിരുന്നോ? മേഘ അത് എടുത്തത് കയ്യിൽ വെച്ചുകൊണ്ട് നോക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ അത് വലിച്ചെറിയാണ്. അതിനുശേഷം പ്രിയയുടെ ബാക്കിയുള്ള കളിപ്പാട്ടങ്ങൾ അതും വലിച്ചെറിയുന്നുണ്ട്. അപ്പോഴും മേഘയുടെ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്നെ കടിച്ചത് എന്തായിരിക്കും? അപ്പോഴാണ് കുറച്ച് ദൂരത്ത് നിന്ന് എലിയുടെ ശബ്ദം കേൾക്കുന്നത്. അയ്യോ, എലിയായിരുന്നോ? അപ്പം പാമ്പല്ലായിരുന്നു അല്ലേ? ഷേ, മേഘ ചമ്മലോടെ നിൽക്കുകയാണ്. അവൾ നോക്കുമ്പോഴാണെങ്കിൽ മുത്തശ്ശിയും പ്രിയയും മനോഹരനും ഒക്കെ കിടന്ന പായ കാലിയായിട്ടുണ്ടായിരുന്നു. ഓഹോ, എല്ലാവരും എന്നെ തനിച്ചാക്കി രക്ഷപ്പെട്ടു പോയല്ലേ എന്ന് പറഞ്ഞ് മുടന്തി നടന്നുകൊണ്ട് മേഘ പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് മുത്തശ്ശിയും പ്രിയയും പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ, വീട്ടിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ടേ. മനോഹരൻ നോക്കുമ്പോൾ മേഘ ഇങ്ങോട്ടേക്ക് പിച്ച നടന്നു വരികയാണ്. അവിടെ നിൽക്ക് മേഘ, പാമ്പ് കടിച്ചതാ മേഘ, നടക്കല്ലേ മേഘ. എന്താ നിങ്ങളൊക്കെ ഈ പറയുന്നത്? മേഘ, നീ ഇങ്ങോട്ടേക്ക് വന്ന പാമ്പ് നിന്റെ പിന്നാലെ ഇങ്ങോട്ടേക്ക് വരും. നീ അകത്തേക്ക് കയറിയിട്ട് വാതിലടക്ക് മേഘ, മനോഹരൻ പറയാണ്. മേഘയ്ക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വരികയാണ്. അവൾ ചാടിത്തുള്ളി വന്നിട്ട് മനോഹരനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്? കതവ് അടച്ചിട്ട് അകത്തിരിക്കാനോ? എന്നെ പാമ്പൊന്നും കടിച്ചിട്ടില്ല. പിന്നെ നിന്നെ എന്താ കടിച്ചത്? എന്നെ എലിയാണ് കടിച്ചത്. എലിയാ? മുത്തശ്ശി മനോഹരൻ കൂളായിട്ടാണ് ചോദിക്കുന്നത്. ഷേ, എലിയാണെങ്കിൽ ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഇപ്പം തന്നെ പോയി പിടിക്കാം എന്നും പറഞ്ഞ് മനോഹരൻ അകത്തേക്ക് പോയപ്പോൾ മേഘ പിടിച്ചു നിർത്തുകയാണ്. നിൽക്ക്. എന്നിട്ട് മനോഹരനോട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, എന്നെ പാമ്പ് കടിച്ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ രക്ഷിക്കാൻ പോലും നിൽക്കാതെ എല്ലാവരും സ്വന്തം ജീവനും നോക്കി പുറത്തേക്ക് ഓടി വന്നു അല്ലേ? അയ്യയ്യോ, മേഘ സത്യം മനസ്സിലാക്കിയല്ലോ എന്നുള്ള അർത്ഥത്തിൽ രണ്ടുപേരും പൊട്ടന്മാരെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, ശരിക്കു പറഞ്ഞാൽ എന്നെ പാമ്പ് യഥാർത്ഥത്തിൽ കടിച്ചിരുന്നെങ്കിലും ഇതുപോലെ എന്നെ അവിടെ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഓടി രക്ഷപ്പെടുമായിരുന്നു അല്ലേ? രണ്ടുപേരും മേഘയെ നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടരായിട്ട് നിൽക്കുകയാണ്. പാമ്പ് എന്നെ യഥാർത്ഥത്തിൽ കടിച്ചിരുന്നെങ്കിൽ പോലും എന്നെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൻ്റെ അകത്തുകൂടെ പോയിട്ടില്ല. മേഘ പറയുന്നത് കേട്ടിട്ട് രണ്ടുപേരും നാണക്കേടോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. മേഘ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇത്രയ്ക്കധികം സെൽഫിഷ് ആയിരുന്നു അല്ലേ? ഛേ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനാണ് പ്രധാനം അല്ലേ? അവർ രണ്ടുപേരും മറുത്തൊന്നും പറയുന്നില്ല. കാരണം മേഘ ചോദിക്കുന്നത് ന്യായമായൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ മുത്തശ്ശി അവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ്. നീ പെട്ടെന്ന് എണീറ്റിട്ട് പാമ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല മേഘ. അതാ ഞാൻ പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിൽ ഓടി രക്ഷപ്പെട്ടത്. അതേ മേഘ, ചേച്ചി പറയുന്നത് ശരിയാ. അടുത്ത് ഇത്രയും വലിയ ഞാൻ കിടന്നിട്ട് പോലും ചേച്ചി ശ്രദ്ധിച്ചത് പോലുമില്ല. കണ്ടില്ലേ, എന്നെ ചവിട്ടി കൂട്ടിയിട്ടാണ് വന്നത്. ഇത്രയും തടിയുള്ള ചേച്ചി എൻ്റെ മുതുക് ചവിട്ടി കൂട്ടിയാണ് വന്നത്. അയ്യോ എന്നൊക്കെ പറഞ്ഞ് മുതുക് തടവുകയാണ്. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, മാമ, മുത്തശ്ശിക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. എന്താ മേഘ ഇങ്ങനെ ചോദിക്കുന്നത്? പാമ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ
ഒരു പടയിളകി വരുന്നുണ്ടെങ്കിൽ അവർ തന്നെ പേടിക്കും. അപ്പോൾ പിന്നെ ഞാൻ മാത്രം എന്താ പേടിക്കാതെ? അയ്യോ, നിങ്ങളോട് രണ്ടുപേരോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്കൊരു പ്രശ്നം വന്നെന്ന് വെച്ചോ ആരും എനിക്കൊപ്പം ഉണ്ടാവില്ല. മേഘ ദേഷ്യത്തോടെ മുടന്തി അകത്തേക്ക് തിരിച്ചു നടന്നു പോവാണ്. ഏയ് മേഘ, അവർ പിന്നീന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മേഘ തിരിഞ്ഞുകൂടെ നോക്കുന്നില്ല. അപ്പോൾ മനോഹരനാണെങ്കിൽ വേദന കൊണ്ട് പൊളയാണ്. കാരണം ചേച്ചിയും അതുപോലെ തന്നെ പ്രിയമോളും ഒക്കെ ചവിട്ടിയിട്ടുണ്ടായിരുന്നത് മനോഹരൻ്റെ ദേഹത്തായിരുന്നു. ഞാനിത് ആരോടാ പറയുക ദൈവമേ? മനോഹരൻ ഇങ്ങനെ സ്വയം പരിതപിക്കുകയാണ്. ചേച്ചി, ഇനി ഇനി ഒന്നിനും സംഭവിക്കില്ല എന്നാണ് തോന്നുന്നത്. നീ എന്താണ് ഈ പറയുന്നത്? അതെ ചേച്ചി, ഭാഗ്യം കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ പ്രശ്നമായേനെ. അത് കേട്ടപ്പോൾ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയാണ്, ഓ ഭാഗ്യം, ഇനി നിനക്ക് പെണ്ണ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, നിങ്ങൾ എനിക്ക് പെണ്ണ് നോക്കിയിട്ട് ഇവിടെ സ്വയംവരത്തിനുള്ള പെണ്ണുങ്ങളെ നിരത്തി വെച്ചിരിക്കുകയായിരുന്നല്ലോ. ഒന്ന് പോവാൻ നോക്ക് ചേച്ചി. പിന്നെ അയ്യോ എൻ്റെ മേലേ എന്നൊക്കെ പറയാണ്. ആ സമയത്താണ് പ്രിയ ശ്രദ്ധിക്കുന്നത്. അല്ല പ്രിയ, നിന്റെ അമ്മ പാമ്പ് കടിച്ചു എന്ന് കേട്ട ഉടനെ തന്നെ നീ എന്താ അമ്മയെ രക്ഷിക്കാൻ നിൽക്കാതെ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നത്? അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മനോഹരനെ അടിച്ചുകൊണ്ട് പറയാണ്, എടാ മണ്ട, പോത്തിനെ പോലുള്ള നീ തന്നെ അവളെ രക്ഷിക്കാതെ ഇറങ്ങി ഓടി വരികയാണ് ചെയ്തത്. എന്നിട്ട് ഈ പാവം ചെറിയ കുഞ്ഞിനോടാണോ നീ ചോദിക്കുന്നത്? ഇവൾ എന്ത് ചെയ്യാനാ? ചെറിയ കുഞ്ഞല്ലേ ഇവള്. അയ്യോ, ചെറിയ കുഞ്ഞൊന്നും അല്ല ചേച്ചി, അവളാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചവിട്ടി പൊട്ടിച്ചത്. അപ്പോൾ മുത്തശ്ശി പ്രിയ അറിയണ്ടെന്ന് കരുതിയിട്ട് പ്രിയോട് പറയുന്നുണ്ട്, മോൾ അകത്ത് പോയിട്ട് കിടന്നുറങ്ങിക്കോ. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് പ്രിയ അകത്തേക്ക് പോവാണ്. അയ്യോ അമ്പോ, പാമ്പില്ല, അത് തന്നെ വലിയ സമാധാനം. മുത്തശ്ശി ഇങ്ങനെ ആശ്വാസത്തോടെ പറയാണ്. അപ്പോൾ മനോഹരൻ സംശയം ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, മേഘയെ കടിച്ച എലി ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമോ? എവിടെ, ആ എലി അപ്പം തന്നെ ചത്തുപോയിട്ടുണ്ടാവൂടാ. ഇന്ന് ആ എലി ചാവണമെന്നായിരിക്കും അതിൻ്റെ തലയിലെഴുത്ത്. അതുകൊണ്ടായിരിക്കും മേഘയെ വന്ന് കടിച്ചത്. ചിരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ശരി വാ, അകത്തേക്ക് പോവാം. മനോഹരൻ ഞൊണ്ടി അകത്തേക്ക് നടക്കുകയാണ്. പിന്നാലെ മുത്തശ്ശിയും അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കാണിക്കുന്നത് ശരവണൻ്റെ വീടാണ്. അപ്പോൾ ശരവണനെ ഇരുന്നിട്ട് എന്തൊക്കെയോ പാചകം ചെയ്യുന്ന തിരക്കിലാണ്. അതുപോലെ തന്നെ അടുത്ത് നിന്ന് ഇരുന്നിട്ട് പൂജയും സഹായിക്കുന്നുണ്ടായിരുന്നു. പൂജ എന്ന് വെച്ചാൽ മേഘയുടെ സഹോദരി. അപ്പോൾ ശരവണൻ ഇടയ്ക്കിടയ്ക്ക് മകളെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ആകെ വാടി തളർന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. മേഘയുടെ അടുത്തായിരുന്ന സമയത്ത് നല്ല പ്രതാപത്തോടെയുള്ള ജീവിതമായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ പണമൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അദ്ദേഹം മകളോട് പറയുന്നുണ്ട്, പൂജ, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് മോളെ. നിങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മേഘയെ ഞാൻ മഹേന്ദ്രൻ്റെ വീട്ടിലെ കുട്ടിയായിട്ട് വളർത്തിയത്. എന്നാൽ മേഘ എല്ലാം നഷ്ടപ്പെടുത്തി അവളും ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്, നമ്മളെയും അവൾ കഷ്ടപ്പെടുത്തുകയാണ്. മേഘ നന്നായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അവൾ നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇതുപോലെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവളെടുത്ത തെറ്റായ ഡിസിഷൻസാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. അപ്പോൾ പൂജയും പറയുന്നുണ്ട്, ചേച്ചി നല്ലത് നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. എന്നാൽ ചേച്ചിയാണെങ്കിൽ ചന്ദ്രികയെ നശിപ്പിക്കണം എന്നൊരു ജീവിത ലക്ഷ്യവുമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ ചേച്ചിയെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായി. മകള് പറയുന്നത് ശരിയാണെന്ന് ശരവണന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജ പറയാണ്, അച്ഛാ, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. മേഘ ചേച്ചിക്ക് നല്ല മനസ്സല്ല, അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അവർ രണ്ടുപേരും അങ്ങനെ മേഘയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുരേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഏയ് ഏട്ടാ, വാ ഏട്ടാ. വേഗം പൂജ ഏട്ടനെ സ്വീകരിക്കുകയാണ്. അത് അപ്പം തന്നെ ശരവണനും എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഏയ് സുരേന്ദർ മോനെ, നീ വന്നോ? അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം മേഘയോട് അത്രയധികം കെഞ്ചിയതാണ് സുരേന്ദ്രനെ ജയിലിലേക്ക് വിടരുതേ എന്ന്. അപ്പോൾ പൂജ ഏട്ടനോട് ചോദിക്കുകയാണ്, എപ്പോഴായിട്ടാ ജയിലിൽ നിന്ന് വന്നത്? ഇന്നാണ് മോളെ വന്നത്. സുരേന്ദ്രൻ ആകെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ സ്നേഹത്തോടെ അച്ഛനും ചോദിക്കുകയാണ്, ഏയ് മോനെ, നീ എങ്ങനെയുണ്ട്? സുഖാണോ നിനക്ക്? അതെ അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അവർ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് ആ ക്ഷീണിതരായ മുഖം കണ്ടിട്ട് സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഇങ്ങനെയൊരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നത്? അതൊരു വളരെ മോശമായൊരു സ്ഥലമായിരുന്നു അവർ താമസിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വാടകയ്ക്ക് താമസിക്കാൻ പോലും നല്ലൊരു വീട് കിട്ടിയില്ലേ? ഇല്ല മോനെ, വാടക കൊടുക്കാൻ കയ്യിൽ കാശില്ല. അതുകൊണ്ടാണ് ഇതുപോലൊരു സ്ഥലത്ത് വിഷമത്തോടെ ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ വിഷമത്തോടെ പൂജയും പറയാണ്, ചേട്ടൻ അച്ഛനുമായിട്ട് സംസാരിച്ച് നിൽക്ക്, ഞാൻ പോയി എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് വരാം. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പൂജയോട് അവൻ പറയാണ്. അതൊന്നും സാരമില്ല, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം, ഏട്ടൻ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പൂജ അവിടുന്ന് പോകുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് സുരേന്ദർ. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, പാവ അച്ഛാ പൂജ. അവളിങ്ങനെ കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നുന്നു. എന്ത് ചെയ്യാനാ മോനെ, നമ്മളിങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കഷ്ടപ്പെടാൻ കാരണം തന്നെ മേഘ ചേച്ചിയാണ്.
അവർ നന്നായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ? മേഘ ചേച്ചിയുടെ അത്യാഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഗതികേടിലായത്. അപ്പോൾ ശരവണൻ മകനോട് പറയുന്നുണ്ട്, മേഘയെ നീ പറ്റിച്ചത് കൊണ്ടാണ് മോനെ ഇന്ന് മേഘ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഈ ഗതികേടിലായത്. അപ്പോൾ സുരേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛാ, മേഘ ചേച്ചി നന്നായിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മേഘ ചേച്ചി പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. മേഘ ചേച്ചി നിങ്ങൾക്കൊരു ഫ്ലാറ്റ് വാങ്ങി തന്നു. എന്നിട്ട് ആ ഫ്ലാറ്റും കൂടെ മേഘ ചേച്ചിയുടെ കടക്കാർക്ക് തന്നെ എഴുതി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നടു റോട്ടിൽ ഇറക്കി വിട്ടു. അങ്ങനെയുള്ള മേഘ ചേച്ചി നമ്മളെ എങ്ങനെ സഹായിക്കുമെന്നാണ് അച്ഛൻ പറയുന്നത്? അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് മേഘ ചേച്ചിയെ ചതിച്ചത്. തരുമോ എന്ന് ചോദിച്ചാൽ തരില്ല, അതുകൊണ്ടാണ് പറ്റിച്ചത്. എന്നാൽ ഫ്രോഡ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്നെയും പറ്റിച്ചിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞു. ശരവണൻ സുരേന്ദ്രൻ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളും രണ്ടർത്ഥത്തിൽ ചതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ മക്കളെ തിരുത്താൻ ഒരിക്കലും ശരവണൻ തയ്യാറല്ലായിരുന്നു. അയാളും മക്കൾക്കൊപ്പം തന്നെ ആ ഒരു ജീവിതമായിട്ട് പോവുകയാണ്. അപ്പോൾ സുരേന്ദ്രൻ പറയുന്നുണ്ട്, അയാൾ നമ്മളെ പറ്റിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് ഈ ഒരു ഗതി വരില്ലായിരുന്നു, നമ്മൾ നന്നായിട്ട് ജീവിക്കുമായിരുന്നു. അച്ഛാ, ജയിലിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരാളുടെ കയ്യിൽ കുറച്ചധികം പണം കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആ പണം വാങ്ങിച്ചിട്ടാണ് വന്നത്. സുരേന്ദ്രൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ഈ പണം വെച്ച് നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു വീട് വാങ്ങിയിട്ട് സെറ്റിലാവാം അച്ഛാ. ഇത് എത്ര പണമുണ്ട് മോനെ? ശരവണൻ അതിശയത്തോട് ചോദിക്കുകയാണ്. 20 ലക്ഷം രൂപയുണ്ട് അച്ഛാ. 20 ലക്ഷം രൂപയോ? അത്രയധികം പണം നിന്റെ കയ്യിൽ എങ്ങനെയാ മോനെ? അത് ആ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ തന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പണം മേഘയുടേതായിരിക്കില്ലേ? ഈ പണം നമുക്ക് കൊണ്ടുപോയി മേഘയ്ക്ക് കൊടുക്കാം മോനെ. അത് കേട്ടപ്പോൾ സുരേന്ദ്രന് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. എന്താ അച്ഛാ നിങ്ങൾ ഇങ്ങനെ? ഞാൻ സ്വന്തം അനിയനാണെന്ന് പോലും നോക്കാതെ മേഘ ചേച്ചി എന്നെ ജയിലിലേക്കാണ് വിട്ടത്. മേഘ ചേച്ചി നിങ്ങൾക്ക് എന്താ ചെയ്തത് അച്ഛാ? ഒന്നും ചെയ്തിട്ടില്ല, ഇനി ഒന്നും ചെയ്യുകയുമില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാനൊരു കാര്യം തീർത്ത് പറയാം. മേഘ ചേച്ചിക്ക് അച്ഛൻ്റെ മേലിലോ എൻ്റെ മേലിലോ യാതൊരു സ്നേഹവും ഒരു ദയവും ഇല്ല. ഇനിയും മേഘ നല്ലവളാണെന്ന് കരുതി നിൽക്കേണ്ട. അവൾ അവസരത്തിനൊത്ത് ഓരോ കാര്യവും ചെയ്യുന്നവളാണ്. അവളുടെ ആവശ്യത്തിന് ഉതകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ ഏതറ്റം വരെയും പോവും. ഇന്ന് എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടു. നാളെ വേണമെങ്കിൽ അച്ഛനെയും അവൾ ജയിലിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരവണന് തോന്നുന്നുണ്ട് അതൊക്കെ ശരിയാണെന്ന്. അപ്പോൾ സുരേന്ദ്രൻ പറയാണ്, നമ്മളിപ്പോൾ സംസാരിച്ച കാര്യമൊന്നും പൂജ അറിയണ്ട അച്ഛാ. ശരി സുരേന്ദ്രൻ, അവളോട് പറയുന്നില്ല. അപ്പോഴേക്കും പൂജ കൂൾ ഡ്രിങ്ക്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഇന്നാ. അപ്പോൾ സ്നേഹത്തോടെ സഹോദരൻ പറയുന്നുണ്ട്, നീ ആദ്യം കുടിച്ചിട്ട് തന്നാൽ മതി മോളെ. ഇല്ല ഏട്ടാ, ഏട്ടൻ കുടിച്ചോ? അത് സാരമില്ല, മോള് കുടിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. അത് കേട്ടപ്പോൾ പൂജ അത് പൊട്ടിച്ചിട്ട് അവൾ ആദ്യം കുറച്ച് കുടിക്കുകയാണ്. എന്നിട്ട് സുരേന്ദ്രന് കൊടുത്തപ്പോൾ അവനത് വാങ്ങിക്കുന്നുണ്ട്. സുരേന്ദ്രൻ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരവണൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മേഘ അവസരവാദിയാണ്. അവള് പണക്കാരിയായിരുന്നപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്തത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ പണം ഞാൻ എന്തിനാണ് മേഘയ്ക്ക് കൊടുക്കാൻ സുരേന്ദ്രനോട് പറയുന്നത്? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവൾക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഈ പണം വെച്ച് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കുള്ള വീട് ഞങ്ങൾക്കുണ്ടാക്കാം. ശരവണനും ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സുരേന്ദ്രനൊപ്പം. കാരണം മേഘ നന്നായിരുന്ന സമയത്തൊന്നും അവർ സഹായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഉറച്ച് വിശ്വസിക്കുന്നത്. ശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ചന്ദ്രികയും ലക്ഷ്മിയും സിദ്ധുവും അതുപോലെ ജാനകിയും മലരും ഒക്കെ ചേർന്നിട്ട്. ക്ഷേത്രത്തിൽ കയറുന്നതിന് മുന്നേ മലര അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ആ ബലൂൺ വാങ്ങിത്താ അമ്മ. അപ്പോൾ ചിരിച്ചുകൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ വാങ്ങിത്തരാം കേട്ടോ. ശരി അമ്മ. മലരും സമ്മതിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ക്ഷേത്രത്തിനകത്തെത്തിയ സമയത്ത് പൂജാരി ലക്ഷ്മിയോടും ജാനകിയോടും ഒക്കെ അഭിവാദ്യം പറയുകയാണ്. മാത്രമല്ല കുടുംബം ഒന്നാകെ ക്ഷേത്രത്തിൽ വന്നതിന് അവരെ പ്രശംസിക്കുന്നുമുണ്ട്. അതും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. രണ്ടുപേരും ഒന്നിച്ചു വന്ന സ്ഥിതിക്ക് എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കും. പൂജാരി പറഞ്ഞത് കേട്ട് ലക്ഷ്മിയും ജാനകിയും പുഞ്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും ഇടയിലായിട്ടാണ് മലര് നിൽക്കുന്നത്. മലര് നല്ല സുന്ദരി കുട്ടിയായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാമി ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് പറ, ഞാനും കൂടെ അറിയട്ടെ. ഇന്ന് എൻ്റെ കൊച്ചുമോളുടെ പിറന്നാളാണ്. ലക്ഷ്മി പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥും ചന്ദ്രികയും പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതുകൊണ്ട് മലരിൻ്റെ പേരിൽ ഒരു അർച്ചന നടത്തി പ്രസാദം വാങ്ങിയിട്ട് പോവാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കുടുംബത്തോടെ വന്നത്. എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പൂജാരിയും പറയുന്നുണ്ട്, മലര് ഭാഗ്യം ചെയ്ത കുട്ടിയാണ്, മലരിൻ്റെ പേരിലാണല്ലേ അപ്പോൾ അർച്ചന നടത്തേണ്ടത്. ആ അതെ, ചന്ദ്രിക ഗുരുക്കളുടെ അടുത്തേക്ക് പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊടുക്കും മോളെ. കയ്യിലുണ്ടായിരുന്ന താലം പൂജാരി ഏൽപ്പിച്ചിട്ട് മലരിൻ്റെ പേരും നാളും അർച്ചന നടത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രിക.
അദ്ദേഹമാണെങ്കിൽ അത് വാങ്ങിയിട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ട് അർച്ചന നടത്തുകയാണ്. ആ സമയത്ത് അവരെല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് പ്രസാദം കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും അത് വാങ്ങിയിട്ട് മലരും തൊട്ട് കൊടുക്കുകയാണ്. മാത്രമല്ല കഴുത്തിലൊരു മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൂജാരി പറയുന്നുണ്ട്, നിങ്ങളിവിടെ കാത്തു നിൽക്കുകയാണെങ്കിൽ ഞാൻ ക്ഷേത്രത്തിലെ പ്രസാദം എടുത്തിട്ട് കൊണ്ടുവരാം. ശരി, അവരെല്ലാവരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക മലറിനോട് 2 മുത്തശ്ശിമാരുടെയും കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കാൻ പറയാണ്. ആദ്യം ജാനകിയുടെ അടുത്തായിരുന്നു. ജാനകിയാണെങ്കിൽ അവളെ അനുഗ്രഹിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഒരു കുറവും ഇല്ലാതെ ഒരുപാട് കാലം ജീവിക്കണം. എന്നിട്ട് കവിളിൽ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ശേഷം ലക്ഷ്മിയുടെ അടുത്ത് പോയപ്പോൾ ലക്ഷ്മി അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി അനുഗ്രഹിച്ചിട്ട് ഒരുപാട് പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മലര് നല്ല കുട്ടിയാണെന്നും ഇനി ഒരുപാട് നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുകയും അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് വിടുന്നത്. ശേഷം ചന്ദ്രിക ലക്ഷ്മിയോടായിട്ട് പറയാണ്, അമ്മ ഇനി എന്നെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് 2 പേരുടെയും കാൽക്കൽ തൊട്ട് തൊഴുന്ന സമയത്ത് ലക്ഷ്മിയെ അനുഗ്രഹിക്കുകയാണ്. ജാനകിയും പറയുന്നുണ്ട്, നിന്റെ നല്ല മനസ്സിന് ഒരു കുറവും നിനക്കുണ്ടാവില്ല മോളെ, എപ്പോഴും നന്നായിട്ട് വരും. അത് കേട്ടപ്പോൾ ചന്ദ്രികയെ പോലെ തന്നെ അല്ലേ അതിനേക്കാൾ ഏറെ സിദ്ധാർത്ഥനാണ് സന്തോഷമാവുന്നത്. അപ്പോഴേക്കും പൂജാരി അകത്തു നിന്നും നൈവേദ്യം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ 5 പേരും അത് വാങ്ങിച്ചതിന് ശേഷം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വന്നിരിക്കുകയാണ്. ആ സമയത്ത് ജാനകിയാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്രസാദം എടുത്തിട്ട് മലറിന് കൊടുത്തിട്ട് പറയാണ്, മലർ ഇന്നാ ഇത് കഴിക്ക്. എന്നിട്ട് മലറിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. മലറിനോടുള്ള ജാനകിയുടെ സ്നേഹം കണ്ടിട്ട് മനസ്സ് നിറഞ്ഞിട്ടാണ് ചന്ദ്രികയും ലക്ഷ്മിയും നോക്കി നിൽക്കുന്നത്. അപ്പോൾ സിദ്ധുവും പറയുന്നുണ്ട്, ഞാനും മലറിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രസാദം എടുത്തിട്ട് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മലർ. പിന്നീട് ചന്ദ്രികയും ലക്ഷ്മിയും ഒക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ആ നൈവേദ്യം തന്നെയാണ് മലറിന് കൊടുക്കുന്നത്. അതിനുശേഷം അവരെല്ലാവരും നൈവേദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രിക അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ പോയിട്ട് ഇനി ക്ഷേത്രം ഒന്ന് വലം വെച്ചിട്ട് വരാം. ഒരു നിമിഷം ചന്ദ്രിക, ഞാനും നിന്റെ കൂടെ വരുന്നു. ലക്ഷ്മി അവൾക്കൊപ്പം പോവാൻ എഴുന്നേറ്റപ്പോൾ ജാനകി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു നീയും ഇവർക്കൊപ്പം പോയിട്ട് അമ്പലം പ്രദക്ഷിണം ചെയ്തിട്ട് വാ. ശരി അമ്മ, ഞാനും ഇവർക്കൊപ്പം പോവാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു അവരുടെ കൂടെ പോവുകയാണ്. അവർ 3 പേരും ക്ഷേത്രം വലം വെക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലറിനോട് ജാനകി ചോദിക്കുന്നുണ്ട്, മലർ മോൾ അമ്മയുടെ കൂടെ പോകുന്നില്ലേ? ഇല്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയുടെ കൂടെ നിന്നോളാം. ശരി, എങ്കിൽ പ്രസാദം കഴിച്ചോളൂ. എനിക്ക് മതി മുത്തശ്ശി, എങ്കിൽ ഇത് അവിടെ കൊണ്ടുപോയി കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് 2 പേരുടെയും ആ ഒരു ബാക്കിയുണ്ടായിരുന്ന നൈവേദ്യം കൊടുക്കുകയാണ്. അപ്പോൾ മലർ അത് കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് ജാനകിയോട് ഒരു 20 റുപ്പീസ് തരുമോയെന്ന് ചോദിക്കുകയാണ്. എന്തിനാടാ? താ മുത്തശ്ശി. താങ്ക് യു മുത്തശ്ശി, ഞാൻ പോയിട്ട് ബലൂണ് വാങ്ങിച്ചിട്ട് വരാം. ഏയ്, ബലൂണ് വാങ്ങാൻ തനിച്ചാണോ പോകുന്നത്? ജാനകി മലറിൻ്റെ കൈ പിടിക്കുകയാണ്. വേണ്ട മോളെ. ഇല്ല മുത്തശ്ശി, കുഴപ്പമില്ല, ഞാൻ പോയി തനിച്ചിട്ട് തന്നെ വാങ്ങിയിട്ട് വന്നോളാം. അതും പറഞ്ഞിട്ട് മലര് ബലൂണ് വാങ്ങിക്കാൻ വേണ്ടി ഓടുകയാണ്. പെട്ടെന്നുള്ളതായതുകൊണ്ട് തന്നെ ജാനകിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ പിന്നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, മലർ മലർ. മലർ അവിടുന്ന് പോയതിനു ശേഷം ജാനകി വല്ലാതെ ഭയക്കുകയാണ്. കാരണം റോഡിൽ വെച്ചിട്ട് മലർ എന്തെങ്കിലും സംഭവിച്ചാലോ, റോഡിൽ ഒരുപാട് വാഹനങ്ങളുണ്ടാവും, കുഞ്ഞാണെങ്കിൽ ശ്രദ്ധിക്കാതെയാണ് പോവുക. അത് വിചാരിച്ചിട്ട് ജാനകി മലറിന് പിന്നാലെ പോവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.